മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അത് വൈകുന്നതിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസ് ആ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് MLA രാപ്പകൽ സമരം ആരംഭിച്ചു. എം കമൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കമൽ, ഈ ഒരു പുനരധിവാസം വൈകുന്നു എന്നാണ് പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കമൽ, കേൾക്കാമോ? വയനാട് ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ്. ടി സിദ്ദിഖ് രാപ്പകൽ സമരത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. കമൽ, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഏതാണ്ട് 750 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം കിട്ടുന്നില്ല എന്ന ആരോപണം തുടർച്ചയായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വായ്പ ഇനത്തിൽ 459 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. പുനരധിവാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട വേഗത വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അനിശ്ചിതാവസ്ഥ കൊണ്ട് അവരുടെ സഹായിക്കാനുള്ള സന്മനസ്സില്ലാത്തതിന്റെ പേരിൽ വയനാട്ടിലെ ദുരിതബാധിതരായ ആളുകൾ ഏറെ ദുരിതം അനുഭവിക്കുന്നു. അത് എത്ര കാലത്തേക്ക് എന്ന അറിയാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സമരരംഗത്തേക്ക് വരുന്നത്. ടി സിദ്ദിഖ് പ്രതിഷേധവുമായി രാപ്പകൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എം കമൽ വിവരങ്ങൾ നൽകും. കമൽ. ടി സിദ്ദിഖ് MLA രാപ്പകൽ സമരം നടത്തുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരം നടത്തുന്നത്. UDF ഇതോടുകൂടി ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് മുതൽ നാളെ രാവിലെ 7 മണി വരെയാണ് ടി സിദ്ദിഖ് രാപ്പകൽ സമരം നടത്തുക. അതിന് പിന്നാലെ UDF പ്രവർത്തകർ നാളെ വയനാട് കലക്ട്രേറ്റ് വളയും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലക്ട്രേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിക്കും എന്നാണ് UDF അറിയിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങൾ അത്രയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾക്കായി കാത്തുനിന്നു. ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടിലാണ് UDF ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ടി സിദ്ദിഖ് MLA ഇത്തരം ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. കൊടുക്കാനുള്ള നടപടികൾ, സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള ഒരു നടപടിയും സർക്കാർ തലത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഒന്ന് പരിക്ക് പറ്റിയവർക്കുള്ള സാമ്പത്തിക സഹായമില്ല. ദിനപത്ത സർക്കാർ കൊടുത്തു. ആ ദിനപത്ത 300 രൂപ കൊടുത്തത് ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് 3 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തലാക്കി. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇപ്പോൾ 6 മാസത്തേക്കാണ് KSEB സൗജന്യമായി വൈദ്യുതി കൊടുത്തത്. ആ KSEB 6 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും? സാധാരണക്കാരായ ആളുകൾ. കൃഷിഭൂമി നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഒരു പരിഹാര ശ്രമമില്ല. കാർഷിക വിളകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സർക്കാരിന് സംസാരമില്ല. നിയമസഭയിൽ ഉന്നയിച്ചു, വ്യക്തിപരമായി കത്ത് കൊടുത്തു, നിരവധി കാര്യങ്ങൾ നീക്കി. ഇപ്പോ ഈ ദുരന്തത്തിൽ പരിക്കേറ്റതായ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി നീക്കിവെച്ചതായിരിക്കുന്ന തുക കേവലം പരിമിതമായ തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തർത്ഥത്തിലാണ് ഇതൊക്കെ? സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്, ആ പണം നീക്കിവെച്ചാൽ പോരെ? ഇവരെടുത്ത ലോണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുമായ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ധാരണയാക്കണം. എന്തും ഒരു കാര്യം ചെയ്തില്ല. കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാരും ചെയ്യുന്നില്ല. അത്തരം ഗുരുതരമായ ഒരു സാഹചര്യം. സത്യത്തിൽ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവനോപാധിയില്ല. ഉറ്റവരും ഉടയവരും പോയി, നിന്നിരുന്ന വീട് പോയി, അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഗുരുതര സാഹചര്യം. സർക്കാർ അവരെ ഇരുട്ടിൽ നിർത്തി മുന്നോട്ട് പോവുകയാണ്, ഇരു സർക്കാരുകൾ. ഈ തുടർ സമരങ്ങൾ UDF സമരപാതയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഈ വിഷയം തുടർ സമരങ്ങൾ ഉണ്ടാകും. പാർലമെന്റിന്റെ പുറത്ത്, പാർലമെന്റിനകത്ത് പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുത്ത എല്ലാവരും LDFും UDFും ഒന്നിച്ചു നിന്ന സമരം, ആ സമരം അവിടെ നടന്നു. ഇവിടെ UDF ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഒരു അക്ഷരം പറയാൻ LDFന്റെ ഒരാളും തയ്യാറല്ല. ഇവിടെ ഈ സമരം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ദുരന്തബാധിതർക്ക് വേണ്ടി. ഞങ്ങൾ ഈ സമരം ഏപ്രിൽ മാസത്തോടു കൂടി സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് നീക്കും. അതിനുവേണ്ടിയുള്ള നടപടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇനി ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ ദുരന്തബാധിതരെ അനുവദിക്കുന്ന പ്രശ്നമില്ല. സർക്കാർ ആദ്യഘട്ടത്തിൽ ഒരു 242 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 50 പേരുടെ ഒരു പട്ടിക, ഇനി ഒരു 500 പേരുടെ പട്ടിക വരുന്നു പറയുന്നു. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ? ഒന്ന്,
ആദ്യം വേണ്ടത് പ്രാഥമികമായ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യത്തെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ലിസ്റ്റിൽ സമ്പൂർണ്ണമായിട്ടുള്ള പിഴവുകളായിരുന്നു. ഡബിൾ എൻട്രി, ട്രിപ്പിൾ എൻട്രി. ദുരന്ത നിവാരണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പഞ്ചായത്ത് ഒരു സർവകക്ഷിയും പഞ്ചായത്തും അവിടെ എല്ലാവരും ചേർന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റിൽ വല്ല അപാകതയുണ്ടോ അത് പരിശോധിച്ചോ. പക്ഷെ ഇവർ സ്വന്തം നിലക്ക് പോവാണ്. ആ സ്വന്തം നിലക്ക് പോവുകയാണെങ്കിൽ സമയബന്ധിതമായി ചെയ്യണ്ടേ? എത്ര മാസമായി? നാളത്തേക്ക് 7 മാസം പൂർത്തിയാവുകയാണ്. ഒരു ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഇവരുടെ കാർഷിക വിളകളെ സംബന്ധിച്ച്, കാർഷിക ഭൂമിയെ സംബന്ധിച്ച്, തുടർ ചികിത്സയെ സംബന്ധിച്ച്, ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ഇവരുടെ ലോണുകളെ സംബന്ധിച്ച്, ഒരു കാര്യത്തെ സംബന്ധിച്ചും എവിടെ ഈ പുനരധിവാസം എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, ഒന്നിലും വ്യക്തതയില്ല. ഈ പശ്ചാത്തലത്തിലാണ് വലിയ ഒരു സമരത്തിന് UDF തയ്യാറായിരിക്കും. സംസ്ഥാന സർക്കാരിന് ഒരു കാര്യത്തിലും വ്യക്തത ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് UDF നീങ്ങിയത് എന്നാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രാപ്പകൽ സമരം സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 7 മണി വരെയാണ് ഈ സമരം. അതിനുശേഷം UDF പ്രവർത്തകർ വയനാട് കലക്ടറേറ്റ് പൂർണ്ണമായും ഉപരോധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്.